അപ്പൊ ദാ നമ്മുടെ വലിയ അംഗത്തിന്റെ പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു പേരെ നമ്മൾ പരിചയപ്പെട്ടു, ഇനി കുറച്ചു പേരെയും കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്തിട്ട് വരാം. മഞ്ജരി ചേച്ചി. ഹായ് ഹായ്, സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു ചേച്ചി. താങ്ക് യു. വെൽക്കം ശരത് സർ. താങ്ക് യു ഡാർലിംഗ്. ഷാനിക. എന്തോ മോളെ പെട്ടി പെട്ടി ഞാൻ അല്ലേ? വേറെ ആരും ഇതിനകത്ത് ഉള്ള ഐറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവരൊന്ന് മനസ്സ് വെക്കണം. മനസ്സ് വെക്കോ നിങ്ങള്? 3 എണ്ണം ഒന്നിച്ച് തുറക്കണ്ടേ? ആരായിരിക്കും അത് ആദ്യം തുറക്കല്ലേ? Nobody knows. ഇനി ബാക്കി കുറച്ചുപേരും കൂടെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. Yes. ഫസ്റ്റ് പാർട്ടി തന്നെ ആരെങ്കിലും തുറക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കാം. ഓക്കെ. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ കുറെ ഗഡീസ് ഇറങ്ങുന്നു അല്ലേ? തൃശ്ശൂരിൽ കുറെ ഗഡീസ് ഉണ്ടല്ലോ. വരുന്നുണ്ട് അല്ലേ? നമുക്ക് ലാസ്റ്റ് കൗണ്ട് ചെയ്യാം എത്ര പേരാണ് തൃശ്ശൂരിൽ. യെസ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അർജുൻ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു. ഹലോ. നല്ല സുന്ദരനായിട്ട് നല്ല ഞാൻ കുറെ നേരെ ആലോചിക്കുന്നു. പാറുവിനോട് ചോദിക്കും, പാറുവിന്റെ സങ്കല്പം എന്താണ്? എന്റെ പാർട്ട്ണറിനെ കുറിച്ച്. അതെ അതെ, എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. ഓക്കെ. കാണാൻ കാണാൻ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള, ഭയങ്കര ഹൈറ്റ് അല്ല, കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള, പറഞ്ഞു. പിന്നെ കുറച്ച് താടിയുള്ള ചെക്കന്മാരൊക്കെ ഇഷ്ടാ. നീ ഇത് ഓരോന്ന് എന്തിനാ ഈ അർജുനെ നോക്കണേ? ഹൈറ്റ് എന്ന് പറയുമ്പോ നേരെ അർജുൻ നോക്കി, പിന്നെ അർജുൻ നോക്കിട്ട് കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള, കുറച്ച് താടിയൊക്കെ ഉള്ള, ഇച്ചിരി തടി. മീശ വേണ്ട, താടിയുള്ള ചെക്കന്മാരൊക്കെ ഇഷ്ടാണ്. താടി മാത്രം? താടി മീശ വേണം? താടി മീശ വേണോ? ആ ഓക്കെ. പിന്നെ വേണം വേണം ആ ഒരു കണക്ഷൻ വേണം. കണക്ഷൻ എങ്കിലും നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. പിന്നെ അടുത്തത്? പിന്നെ നല്ല കണ്ണൊക്കെ ഉള്ള. ഓക്കെ. മാനിനെ കെട്ടേണ്ടി വരും. നല്ല കണ്ണൊക്കെ. എന്ത് കണ്ണാ ഉദ്ദേശിക്കുന്നത്? പൂച്ചക്കണ്ണാണോ? ഇങ്ങനെ വലിയ ഉണ്ടക്കണ്ണാണോ? നല്ല കണ്ണിങ്ങനെ നോക്കുമ്പോ കൊള്ളാം അങ്ങനെ തോന്നണം. അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ എന്തൊക്കെയാണ് പറയുക? പിന്നെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല, ഒരു നല്ല ചെക്കനായ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ജിം അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ബോഡി. അല്ല, ജിം അങ്ങനെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ആ ഇല്ല ഇല്ല, മെലിഞ്ഞിട്ട് ഇല്ല, കുറച്ചൊരു തടിയൊക്കെ ഉള്ള. ആ അങ്ങോട്ട് സോറി അറിയാണ്ട് നീ ഒന്നുകൂടെ വരുമോ? അത്രയ്ക്കേ ഉള്ളൂ ചേച്ചി, അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ഭംഗിക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, സമാധാനം തന്നാ മതി എനിക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഒരു മനുഷ്യനെ പാറുന്റെ സങ്കല്പത്തിലുള്ള ആ പുരുഷൻ എത്രയും പെട്ടെന്ന് വരട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. അർജുൻ, നിങ്ങക്ക് കൊറേ ഫാൻസ് ഉണ്ട് എന്റെ കോളേജിൽ നിന്ന്. ഇവിടെ പാടാനാ വന്നത്. പറയണല്ലോ. അല്ല സാർ, അത് ഒരിക്കലും ശരിയല്ല. കാരണം ഇപ്പം ചില ആൾക്കാർ ഉപരി പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഈ പാറുവിനെ കാണാൻ വേണ്ടിട്ട് വന്നാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ല പാടാൻ വന്നാണോ എന്ന്. പാടാനും അത് പിന്നുള്ള കാര്യം. അർജുൻ എന്താ ചെയ്യുന്നേ? ഞാൻ BBA ആണ് പഠിച്ചത്, സെന്റ് തോമസ് കോളേജ്, തൃശ്ശൂർ. പിന്നെ ബിസിനസ് ആണ് അച്ഛന്, റെസ്റ്റോറന്റ് ആണ് തൃശ്ശൂരിൽ തന്നെ. തൃശ്ശൂരിൽ എവിടെ? പൂങ്കുന്നത്ത്. പൂങ്കുന്ന റെസ്റ്റോറന്റ് നമ്മൾ സംസാരിച്ച സാർ, നമ്മൾ എല്ലാരും കൂടെ ചെല്ലുന്ന കഴിക്കാന്ന് പറഞ്ഞത്. അല്ല, ഞാനിപ്പോ തൃശ്ശൂർ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ. പിന്നെ എന്താ സാർ ഉറപ്പ്? പാറു വെജല്ലേ? വെജ് മാത്രം, നോൺ വെജ് കഴിക്കൂല, കഴിപ്പിക്കൂല. നല്ല സ്വഭാവം. ചിലപ്പോ അവിടെ ചെന്ന ഒരു പെണ്ണുകാണലാവും പാറു. ഞാൻ ബ്രാഹ്മിനാണ്, അപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കഴിക്കില്ല. പാറു പേടിച്ചോ പാറു? അയ്യോ, എനിക്ക് ചിക്കനൊക്കെ വേണം ചേച്ചി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബെഡിന്റെ അടിയിലൊക്കെ ഉറങ്ങിയതിന് ശേഷം നമുക്ക് പാട്ടിലേക്ക് കടക്കാൻ പാടും. ഞാൻ എന്നിട്ട് ചെന്നൈ പോയി. അച്ഛൻ ഹോട്ടലാണല്ലോ, അപ്പൊ എനിക്ക് അച്ഛനെ സപ്പോർട്ട് മീൻസ് അച്ഛനെ ബിസിനസ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഹോട്ടലായ കാരണം ഷെഫിന്റെ കോഴ്സ് പഠിക്കാന്ന് വെച്ച് ചെന്നൈ പോയി. ഞങ്ങളോടും കാര്യങ്ങൾ പറയാം. അതെ, ഒരു ലുക്ക് ഇങ്ങോട്ടും
അപ്പോൾ ചെന്നൈ പോയി. അവിടെ പോയിട്ട് ഷെഫിന്റെ പണി അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് തോന്നി. അവിടെ ഭയങ്കര പ്രഷറായിരുന്നു. ഫുൾ ടൈം കിച്ചണിലായിരുന്നു. എനിക്കത് ഇഷ്ടമായില്ല. എങ്ങനെയെങ്കിലും ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നു. പിന്നെ ജോലിക്ക് നോക്കി തുടങ്ങി. അപ്പോൾ ദുബായിൽ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്തായിരുന്നു ഓഡിഷൻ വന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് സെലക്ട് ആയി. അതവിടെ മാറ്റി വെച്ചേക്കാണ്. ഓ നൈസ്. നൈസ്. എന്തായാലും പറഞ്ഞ അധികം ചിരിപ്പിച്ച് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല. പാട്ട് കേൾക്കാം. ഓക്കെ, ഏത് പാട്ടാ? എത്ര നേരമായി കാത്തു കാത്തു ഞാൻ കാത്തു കാത്തു നിനക്ക് വേണ്ടിയാണ് ഈ മണ്ടത്തരം കാണിക്കുന്നത്. അർജുൻ പാടിക്കോളൂ. എത്ര നേരമായി ഞാൻ ചേച്ചി ഒന്നും മിണ്ടാണ്ടിരുന്നേ. പാറു നോക്കി പാടിയത് നോക്കിയായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അല്ല അവൻ നേരെ നോക്കിയാ പാടിക്കൊണ്ടിരുന്നേ അല്ലേ അർജുനെ? അല്ല കിട്ടുന്നല്ലോ. നന്നായി പാടി, സൂപ്പർ താങ്ക് യു. ഇല്ലേ? ആ ഫീലൊക്കെ കൊടുത്ത് എന്ത് ഭയങ്കര expression. രസമായിട്ട് പാടി. താങ്ക് യു മാം. ചേച്ചിയൊക്കെ എന്നെ കണ്ണടച്ച് ആസ്വദിക്കുകയായിരുന്നു. എന്നാ പിന്നെ ചേച്ചി എന്നെ ആദ്യം പറഞ്ഞോളൂ. അർജുൻ യെസ് മാം. ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. ഈ പാട്ടിനൊന്നും സത്യത്തില് കാലഘട്ടമില്ല, ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തൊരു പാട്ടാണ്. എപ്പോൾ കേട്ടാലും മനസ്സിൽ ഇങ്ങനെ ഒരു പ്രണയം ഇല്ലാത്തൊരാൾക്ക് പോലും ഇങ്ങനെ തുളുമ്പി വരും. അല്ല ഷാൻ? എന്തൊരു ബ്യൂട്ടിഫുൾ സോങ്. പാർവതിയെ പറഞ്ഞിട്ട് കാര്യമില്ല. പാറു പക്ഷെ ലൈൻസ് ഉൾക്കൊണ്ടിട്ടിട്ട് ഇണക്കത്തിന്റെ ഭാവത്തിലായിരുന്നു. അതാ ഞാൻ പാറുവിന്റെ സുന്ദരിയാ. പാറുവിനെ കാണുമ്പോഴേ എനിക്കിങ്ങനെ ഒരു കൊഞ്ചിക്കാൻ തോന്നുന്നു. ചക്കരയാണ്. അർജുനാണെങ്കിൽ എക്സ്പ്രസീവ് ആയിട്ട് ലാസ്റ്റ് പാടുമ്പോഴത്തേക്ക് പാറുവിനെ നോക്കി എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ദാറ്റ് ഈസ് ഇന്ററാക്ഷൻ. അതാണ് അപ്പം ഓ മൈ ഗാഡ്, എന്ത് പറഞ്ഞാലും ഈ കുട്ടി വീണ്ടും വീണ്ടും പാറുവിലേക്ക് പോവുകയാണല്ലേ. യെസ് ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങള് വരുന്നുണ്ട് പെണ്ണ് കാണല്ലേ അവിടെ ഹോട്ടലില്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അർജുന ചായയൊക്കെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യടാ. ഡോണ്ട് വറി. പിന്നെന്താ. അതെ. അപ്പൊ അർജുന്റെ ഈ ഒരു സോങ് സെലക്ഷന് വലിയൊരു കൈയടി. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. പിണക്കമുള്ള ഏതൊരാളും ഒന്ന് ഇണങ്ങും. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ. ഇതിലെ ക്രിയേറ്റേഴ്സിനെ വീണ്ടും 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 നന്ദി പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പോസിഷൻ തന്നതിൽ. അപ്പോൾ അർജുൻ ഫാന്റാസ്റ്റിക്, ബ്രില്യന്റ് സെലക്ഷൻ. നല്ല രീതിയിൽ പാടി, ഞങ്ങൾ എൻജോയ് ചെയ്ത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ആ വെപ്രാളൊന്ന് കളയാം. ഇത് തുടക്കല്ലേ? You will do well. Thank you so much. I'm sure. Thank you. God bless you. Thank you ma'am. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അർജുന നന്നായിട്ട് പാടിയാണ്. Thank you so much sir. മൊത്തത്തിലൊരു ഷാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ? ഈ ലിറിക്സും വെപ്രാളത്തിൽ എഴുതിയ പോലെയുണ്ട്. ഭയങ്കര കുനുകുനാന്ന് എഴുതിയിരിക്കുന്നു. ഭയങ്കര വെപ്രാളം ഇതിനകത്ത്. കുറച്ചുകൂടെ മനുഷ്യന്റെ മിക്കവാറും മാഗ്നിഫൈങ് ഗ്ലാസ് തുടക്കം തന്നെ നമുക്കൊക്കെ പ്രായമുണ്ട് വായിക്കേണ്ടത്. ഇരട്ടികളുടെ അച്ഛൻ. എനിക്ക് ഇരട്ടികളുടെ അച്ഛനെന്ന് അത് എന്താണ് ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത്. അതായത് പാറു, നമ്മളിപ്പോ ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഒരു ബ്രെയില് പോലെ ഇങ്ങനെ കുറെ കുത്ത് മാത്രം കാണാം. പിന്നെ ആ റൂട്ട് മാറുന്നുണ്ടല്ലോ, മിണ്ടാതെ നീ ഒളിഞ്ഞത്. അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. കുറെ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ടായിരുന്നു. അർജുൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഞാൻ കർണാട്ടിക് മ്യൂസിക് ആണ് പഠിച്ചിരിക്കുന്നത്. 10 വർഷമായിട്ട് പഠിക്കണ്ടായിരുന്നു. ഇപ്പില്ല, മുമ്പ് 10 വർഷമായിട്ട് പഠിക്കണ്ടായിരുന്നു തൃശ്ശൂരിൽ തന്നെ. ഓക്കെ. അപ്പം ഈ ബ്രെത്ത് കൺട്രോൾ യു ഹാവ് ടു കോൺസെൻട്രേറ്റ്. ഓക്കെ സർ. ഓക്കെ. ബാക്കി നന്നായിട്ട് തന്നെ പാടുന്നുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ സർ. അത്രേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു. താങ്ക് യു. അർജുൻ, യെസ് സർ. അതിമനോഹരമായ ഒരു പാട്ട്. നമ്മൾ ഈ മലയാളികൾ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് സത്യം. ഇങ്ങനെയുള്ള കമ്പോസേഴ്സ് ജോൺസേട്ടൻ, ബാബുക്ക, ദേവരാൻ മാഷ്, ദക്ഷാമൂർത്തി സ്വാമി, അയ്യോ പറയാനില്ല. ఎందరో మహానుభావులు అందరికీ వందనములు. థ్యాంక్ యూ. థ్యాంక్ యూ శరత్ సార్. ఓకే అర్జున్, ఇని మార్క్స్. షానిక 8.6. థ్యాంక్ యూ సో మచ్ సార్. థ్యాంక్ యూ షానిక. శరత్ సార్ 8.7. థ్యాంక్ యూ సార్. థ్యాంక్ యూ శరత్ సార్. ചേച്ചി 8.7. థ్యాంక్ యూ సో మచ్ మ్యామ్. థ్యాంక్ యూ. ఓకే, సో టోటల్ 26. థ్యాంక్ యూ. ఓకే ఓకే బ్రో. Okay bro.